Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Evening, ma'am. Good evening. Good evening. ആദ്യം തന്നെ ഒരു സോറി പറയട്ടെ കേട്ടോ. നമുക്ക് ഞാനൊരു സ്ലൈഡ് അതായത് PDF നിങ്ങൾക്ക് ഇട്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ബുധനാഴ്ച ആയിരുന്നല്ലോ ക്ലാസ്. ദെൻ ഇന്നലെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു, ലീവ് ആയിരുന്നു. ഞാൻ ഇപ്പോഴാണ് കേട്ടോ വന്നത് ഓഫീസിലേക്ക്. ഇട്ടേക്കാട്ടോ, നാളെ എന്തായാലും കൊടുത്തേക്കാം. നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച. ഓക്കെ ഓക്കെ ആണോ? Okay, ma'am. It's okay. എഴുതിയിട്ടാട്ടോ, ജസ്റ്റ് നിങ്ങൾ അത് നോക്കിയിരിക്കണ്ട. ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോ മനസ്സിലായെന്ന് വരില്ല, അതുകൊണ്ടാണ്. എഴുതിയെടുക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. അതാണ് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത്. കാരണം നമ്മളിപ്പോ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും എന്താണ് ലെക്ചർ നോട്ടാണ് കൂടുതൽ എഴുതിയെടുത്ത്. കാരണം നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊരു നോട്ടിനേക്കാൾ എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതും മെമ്മറിയിൽ ഇരിക്കുന്നതും എപ്പോഴും എന്താ ഷോർട്ട് നോട്ടുകളാണ്. ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് ആണ് എപ്പോഴും നമുക്ക് റിമെമ്പർ ചെയ്യാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് അതൊന്ന് എഴുതിയെടുക്കാനായിട്ട് പറഞ്ഞത് കേട്ടോ നിങ്ങളോട്. ഓക്കെ, സ്റ്റോറി റൈറ്റിംഗ് ഒക്കെ എങ്ങനെയായി? സ്റ്റോറി റൈറ്റിംഗ് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്ത് പറ്റി ഒന്നും ആവാത്തെ സ്റ്റോറി റൈറ്റിംഗ്? അത് മറ്റേ ആൽഫബറ്റ്സും മറ്റേ നമ്പേഴ്സും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് അതിന്റെ പുറകെയായിരുന്നു. ആണല്ലേ? പേപ്പറിലായിരുന്നു ചെയ്യേണ്ടത്. അപ്പൊ സാൻഡ് പേപ്പർ കട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു മാം. പിന്നെ അത് കുറച്ച് നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് പല ഇതൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റോറി റൈറ്റിംഗ് ഒന്നും ആയിട്ടില്ല. ഇന്നിപ്പോ ആക്ഷൻ സോങ്ങിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അല്ലേ? ഓക്കെ. ഇതിപ്പോ നിങ്ങളോട് മറ്റേ എന്താണ് ശരിക്കും പറഞ്ഞ ആക്ടിവിറ്റി ഇപ്പൊ ഓരോ ദിവസം നന്നായിട്ട് തരുന്നുണ്ടോ? കൂടുതലായിട്ട് വർക്ക് വരുന്നുണ്ടോ ചെയ്യാനായിട്ട്?
ജിഷ മാം തരുന്നുണ്ട്. ആ മാം ഇപ്പൊ ഇന്റേൺഷിപ്പിന് പോകുന്നതിന് മുന്നേ ഫീൽഡ് സ്റ്റഡി നമ്മുടെ പ്രീ സ്കൂൾ ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കണം, ആ സ്കൂൾ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞൊക്കെ ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ട്. അതിലൊരു 10 എണ്ണം ഉണ്ട്. ആ അതുകൂടാണ്ട് പിന്നെ മിസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ജോമെട്രിക്കൽ ഷേപ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ആ 3D 2, പിന്നെ ഉം, ആൽഫബറ്റ്സ് ക്യാപിറ്റലും സ്മോളും സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഉം, കുട്ടികൾക്ക് കൈ പിടിക്കാൻ പാകത്തിനില്ലേ, ഉം, ഉം. അതേപോലെ ചെയ്യണം. പിന്നെ നമ്പേഴ്സ് 0 to 9 ചെയ്യണം. അതിന് നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇപ്പോൾ ആൽഫബറ്റ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചും കൂടെ കളർഫുൾ ആക്കാൻ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ബാക്കിൽ A for ആപ്പിൾ എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പൊ ഉം. നമ്പേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിലിപ്പോൾ 1 എന്നുള്ളതാണെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്ന് വെട്ടിയെടുത്ത് ഒട്ടിക്കോ അല്ലെങ്കിൽ വരച്ച് ചേർക്കോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ശില്പ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഒന്ന് രണ്ട് ലൈവ് ക്ലാസ് എന്റെ മിസ്സായിട്ടുണ്ട്. അപ്പൊ സ്റ്റോറി റൈറ്റിംഗ് എന്തിനെ കുറിച്ചാണ്? അശ്വതി മാം ആണോ പറഞ്ഞത്? ഞാനല്ല മോളെ, ജിഷ മിസ് ആണ് കേട്ടോ പറഞ്ഞത്. ശരണ്യ മിസ് ആണ് സ്റ്റോറി റൈറ്റിംഗ് പറഞ്ഞത്. അത് ഇന്നതൊന്നും ഒന്നുമില്ല. നമുക്ക് മോറൽ സ്റ്റോറീസ് ഏതെങ്കിലും, പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത് ആക്ട് ചെയ്ത് എമോഷൻസോട് കൂടെ നമ്മൾ ആക്ട് ചെയ്ത് കാണിക്കണം. വെറുതെ എഴുതി വായിച്ചിട്ട് കാര്യമില്ല എന്നാണ് മാം പറഞ്ഞത്. നമ്മൾ കുട്ടികൾക്ക് എങ്ങനെ ചെയ്ത് അവരുടെ മുന്നിൽ നമ്മൾ ചെയ്യുന്നോ അതേപോലെ, ഇപ്പൊ മാം എന്ന് പറഞ്ഞത് ആനയാണെങ്കിൽ ആനേനെ പോലെ നിന്ന് ചിഹ്നം കളിക്കുന്ന പോലെയൊക്കെ അതേ കൈകൊണ്ടൊക്കെ കാണിക്കുന്ന രീതിയിലാണെങ്കിൽ നന്നായിരിക്കും. എനിക്ക് തോന്നുന്നു രമ്യ ടീച്ചറിനോട് ഒന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മിസ് നഴ്സറിയിൽ ചെയ്യുന്ന കാരണം കൊണ്ട് രമ്യ ടീച്ചറിനോട് ഒന്ന് ചെയ്ത് കാണിക്കാം, അപ്പം ഞങ്ങൾക്കൊരു എക്സാമ്പിളും ആകും, അങ്ങക്ക് അതനുസരിച്ച് ചെയ്യാലോ എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിരുന്നു ശരണ ഒരു ടീച്ചർ. ഡൗട്ടും കൂടി ചോദിച്ചോട്ടെ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഇപ്പൊ ഈ ഫെയറി ടെയിൽസ് അങ്ങനെയൊക്കെ ഒത്തിരി കഥകൾ ഉണ്ടാവുമല്ലോ ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, അതിലേതെങ്കിലും ഒരു കഥയാണെങ്കിലും പോരെ? അല്ലെങ്കിൽ നമ്മളുടെ ഓൺ ക്രിയേറ്റിവിറ്റി ആണോ വേണ്ടേ? ഏതെങ്കിലും മതി എന്നാ മിസ് പറഞ്ഞത്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഫെയറി ടെയിൽസ് ഒക്കെ വരുന്ന സ്റ്റോറീസ് നോക്കിയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആക്ട് ചെയ്ത് കാണിച്ചാൽ മതി, നല്ലൊരു സ്റ്റോറി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ശില്പ, താങ്ക്സ് ഡാ. ഞാൻ നിങ്ങൾക്ക് ഒരു പണി തരട്ടെ എന്നാ? പണി ചെയ്യാൻ റെഡിയാണോ? എളുപ്പ കേട്ടോ, എളുപ്പമാണ്, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിപ്പോ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് ചെറിയ ചാർട്ട് പേപ്പർ ഇല്ലേ, കണ്ടിട്ടില്ലേ നിങ്ങള്? 2 രൂപ 3 രൂപയുടെ ഒക്കെ ചെറിയ ചാർട്ട് പേപ്പർ മേടിച്ചിട്ടുണ്ടോ? പിള്ളേർക്ക് വേണ്ടിട്ട് മേടിച്ചിട്ടുണ്ടോ? യെസ് മാം. വലിയ ലോങ് ഷീറ്റ് ആണ് നാം മേടിക്കുന്നത്. പല പല കളർ പേപ്പർ ഉണ്ട് അല്ലേ? ആ അല്ലെങ്കിൽ A4 ഷീറ്റ് പേപ്പർ ആണോ കളർ? A4 ഷീറ്റ് പേപ്പർ നിങ്ങൾക്ക് തികയോന്ന് നോക്കൂ നിങ്ങള്. അതിനുശേഷം അല്ലെങ്കിൽ നിങ്ങൾ വലിയ ചാർട്ട് പേപ്പർ അതിന് എടുക്കേണ്ടി വരും. ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് 1 മുതൽ 1 തുടങ്ങി 10 വരെയുള്ള സ്ക്വയർ ഉണ്ടല്ലോ, സ്ക്വയർ റൂട്ട് ഉണ്ടല്ലോ എഴുതാൻ വേണ്ടിയിട്ട്. പഠിച്ചിട്ടില്ലേ നിങ്ങൾ ചെറിയ ക്ലാസ്സില്? യെസ് മാം. അത് നിങ്ങൾ എഴുതണം. 1 മുതൽ 10 വരെയുള്ള സ്ക്വയർ, അത് ഒരു നിങ്ങൾ എണ്ണമല്ല എഴുതേണ്ടത്. ഇപ്പൊ 1 സ്ക്വയർ 1, അല്ലെങ്കിൽ 2 സ്ക്വയർ 4, 3 സ്ക്വയർ എത്രയാ വരെ 9, അങ്ങനെയല്ല എഴുതേണ്ടത്. ആ എണ്ണം നിങ്ങൾ എഴുതണം. മനസ്സിലായോ? 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ആ ഒരു വര നിങ്ങൾ വരയ്ക്കണം. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വര നിങ്ങൾ വരയ്ക്കണം. കുഞ്ഞുങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 എത്ര വര വരയ്ക്കണം? 9 വരെ. 9 വര. 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 അല്ലെ? 16 ആണ്. അപ്പൊ എത്ര വര വരയ്ക്കണം? 16 വരകള് വരയ്ക്കണം അല്ലെ? ഓക്കെ. അപ്പൊ അത് 10 വരെ എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ ചെയ്യണം. 10 വരെ, ആദ്യം 10 വരെയാ തരുന്നത്. ഓക്കെ മാം, എന്നാ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് വല്ല ഡേറ്റ് വല്ലതും ഉണ്ടോ? സബ്മിറ്റ് ചെയ്യാൻ ഞാൻ സമയം തരാം നിങ്ങൾക്ക്. അടുത്തൊരാഴ്ച നിങ്ങൾ സബ്മിറ്റ് ചെയ്യണ്ട, നെക്സ്റ്റ് വീക്ക്, അതിന്റെ നെക്സ്റ്റ് വീക്ക് ഉണ്ടല്ലോ, ഈ ഒരു മാസം ലാസ്റ്റ് ആകുമ്പോ സബ്മിറ്റ് ചെയ്താൽ മതി. സമയം തരാം കേട്ടോ, കാരണം നിങ്ങൾക്ക് സ്റ്റോറി റൈറ്റിംഗ് ടെല്ലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട്. മാം എനിക്ക് ക്ലിയർ ആയില്ല, എന്തായിരുന്നു സംഭവം? അതില്ലേ നമ്മളിപ്പോ ചെറിയ ക്ലാസ്സിലൊക്കെ സ്ക്വയർ നമ്മൾ എഴുതിയിട്ടില്ലേ? 1 തുടങ്ങി 10 വരെയുള്ള, അല്ലെങ്കിൽ 1 തുടങ്ങി 20 വരെയുള്ള സ്ക്വയർ എഴുതിയിട്ടില്ലേ നമ്മള്? തിജി എഴുതിയിട്ടില്ലേ സ്ക്വയർ? ഇപ്പൊ 1 സ്ക്വയർ 1, 2 സ്ക്വയർ ഇസ് ഇക്വൽ ടു 4, 3 സ്ക്വയർ ഇസ് ഇക്വൽ ടു 9, അങ്ങനെ എഴുതിയിട്ടില്ലേ? ഓർമ്മയില്ലേ സത്യം പറഞ്ഞു.
ഓർമ്മയില്ല. അതായത് 1 തുടങ്ങി 10 വരെയുള്ള സ്ക്വയറുകളുണ്ട്. ഓക്കെ, മാം ഇങ്ങനെ മതിയോന്നൊന്ന് നോക്കാവോ മാം? എന്താ ഇങ്ങനെ മതിയോന്നൊന്ന് നോക്കാവോ? ഞാനേ ഒരു ഇത് കാണിച്ചു തരട്ടെ. ആ ഈശ്വരാ, നിക്കട്ടെ മാം, ഇതിനൊരു ക്യാം തിരിയുന്നില്ല. ഇതിങ്ങനെ മതി മതി, അങ്ങനെ മതി. ഇത് ഇനി സ്ക്വയർ ഇത് സ്ക്വയർ റൂട്ടാണ്. സ്ക്വയറാ വേണ്ടത്. റൂട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടാ. സ്ക്വയർ ആണ് വേണ്ടത്. 1 raised to 2 അതാണ് ഇടേണ്ടത്. ഓക്കെ. ഞാനും സ്ക്വയർ റൂട്ടാണ് ഞാനും ആലോചിച്ചത്. ഇത് സ്ക്വയർ റൂട്ടാണ്. അത് റൂട്ടാണ്. ആ ചിഹ്നം ഉണ്ടല്ലോ, സിമ്പിൾ ഇട്ടാക്കണ റൂട്ടാണ് കേട്ടോ. റൂട്ടല്ല, സ്ക്വയർ. 1ന്റെ മീതെ എന്ത് എഴുതുക? 2 എഴുതിയാൽ മതി. അത് 1 സ്ക്വയർ ആയി. 2ന്റെ മീതെ 2 എഴുതിയാൽ 2 സ്ക്വയർ ആയി. അങ്ങനെ കേട്ടോ. മാം ആ വര വരയ്ക്കുന്നതിനേക്കാളും നല്ല നിങ്ങൾക്ക് വര വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് പിന്നെ സ്ക്വയർ ആയതുകൊണ്ടാണ് വര വരയ്ക്കാനായിട്ട് പറഞ്ഞത്. ഇപ്പൊ നിങ്ങള് അല്ലെങ്കിൽ ഇപ്പൊ അതൊരു വർക്ക്, പിന്നെ വേറെ അതുപോലെ തന്നെ ഒരു വർക്ക് നമുക്ക് ചെയ്യാം. ഇപ്പൊ 1 തുടങ്ങി 25 വരെ എണ്ണം എടുക്കുക. ഓക്കെ, 1 തുടങ്ങി 25 വരെ. അതായത് കുട്ടികൾക്ക് നിങ്ങൾക്ക് ഈ ഒരു എണ്ണം കാണിക്കണം, എത്ര എണ്ണം ഉണ്ടെന്ന് കാണിക്കണം. അപ്പൊ 1 എഴുതിയിട്ട് അതിന്റെ നേരെ നമുക്ക് ഒരു ആപ്പിളിന്റെ പടം വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു മാംഗോയുടെ പടം വരയ്ക്കാം. ഇനി 2 എഴുതിയിട്ട് അതിന്റെ നേരെ 2 മാംഗോയുടെ പടം വരയ്ക്കാം. 3 എഴുതിയിട്ട് അതിന്റെ നേരെ 3 മാംഗോയുടെ പടം വരയ്ക്കാം. അങ്ങനെ എന്ത് ചെയ്യാം? 25 വരെ അതും ചെയ്യാം. മനസ്സിലായോ? ഒരു മിനിറ്റ്, ഇപ്പൊ കുഞ്ഞ് ഡൗട്ടുമായിട്ട് വന്ന് പഠിപ്പിക്കും. കുഞ്ഞും ഒപ്പം ഇരിപ്പുണ്ട്, അപ്പൊ അവൻ ഡൗട്ടുമായിട്ട് വന്ന്, അതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല. ഒന്നും കൂടി ഒന്ന് വ്യക്താക്കി തരുമോ? അതായത് ഞാനിപ്പോ 2 വർക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഞാൻ പറഞ്ഞത് 1 തുടങ്ങി 10 വരെയുള്ള സ്ക്വയർ, 1 to 10 വരെയുള്ള സ്ക്വയേഴ്സ് എഴുതാം. ആ സ്ക്വയർ നിങ്ങൾ എഴുതുമ്പോൾ ഇപ്പൊ 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1, 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2, അങ്ങനെയല്ല എഴുതേണ്ടത്. ആ എണ്ണമല്ല, അതായത് അതിനെ സിംബലൈസ് ചെയ്യണം. ഇപ്പൊ 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ഒരു വര വരയ്ക്കാം. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ് അല്ലെ. അപ്പൊ 4 വര വരയ്ക്കാം. ശില്പ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആണ്, 9 ആണ് വരിക. അപ്പൊ 9 വര വരയ്ക്കാം. ഇനി 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ആണ്. അപ്പൊ 16 വരകൾ നിങ്ങൾ വരയ്ക്കണം, ലൈൻ നിങ്ങൾ വരയ്ക്കണം. ഇനി 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 ആണ്, 25 വരകൾ നിങ്ങൾ വരയ്ക്കണം. അതാണ് ഒരു വർക്ക്. ഇനി രണ്ടാമത്തെ വർക്ക് എന്ന് പറയുന്നത് 1 തുടങ്ങി 25 വരെയുള്ള, അതായത് 1 തുടങ്ങി 25 വരെ ആ നമ്പർ എഴുതാം. എന്നിട്ട് ഇതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ 1 ആണെങ്കിൽ 1 മാംഗോ അല്ലെങ്കിൽ 1 ആപ്പിൾ. ഇനി 2 ആണെങ്കിൽ 2 മാംഗോ അല്ലെങ്കിൽ 2 ആപ്പിൾ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. മാംഗോ, ആപ്പിൾ അങ്ങനെയൊന്നും ആവണം എന്നില്ല. ചിലപ്പോ ബോൾ വരയ്ക്കാം, അല്ലെങ്കിൽ കപ്പ് വരയ്ക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ. പണ്ടത്തെ നഴ്സറി ബുക്കിൽ മറ്റേ എണ്ണം പഠിപ്പിക്കാനായിട്ട് ബോള്, പൂക്കള്, ഇങ്ങനെയൊക്കെ പടമുള്ളത്. ഓക്കെ ഓക്കെ, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 2 മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് സ്ക്വയർ പഠിപ്പിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ, രണ്ടാമത്തത് എണ്ണം. ആദ്യം ഇതുപോലെയാണോ മാം? ഇതുപോലെയാണോ? അതായത് ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവും. എന്താ പറയാ, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ, അതുപോലെയാണോ? അത് തന്നെയാണ് എങ്ങനെയെങ്കിലും ചെയ്യാം. അതായത് ആ കുഞ്ഞുങ്ങൾക്ക് അത് എണ്ണാനായിട്ട് പറ്റണം. 6 എന്ന് പറയുമ്പോൾ ആ ഒരു പടം കണ്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു ആപ്പിളിന്റെ ആ ഒരു പടം കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു ഓറഞ്ചോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ആ ഒരു എണ്ണം കണ്ടിട്ട് അവർക്കത് 6 ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. ക്യാപ്പ് വരയ്ക്കാം, ബോള് വരയ്ക്കാം, ആപ്പിള് വരയ്ക്കാം, അതുപോലെ ഓറഞ്ച് വരയ്ക്കാം, എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അത് വെറുതെ വരച്ചാൽ മാത്രം പോരട്ടോ, അത് കളർ കൂടി ചെയ്യണം. എന്നാലേ കുട്ടികൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. കളറിങ് ചെയ്യണം. ആദ്യം പറഞ്ഞ സ്ക്വയറിന്റെ ഒന്നുകൂടെ പറയൂ, ക്ലിയർ ആയില്ല. ക്ലിയർ ആയില്ലല്ലേ? അതായത് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാ? 1 അല്ലേ? ആ 1 എന്ന് പറയുന്ന ഒരു ലൈൻ അവിടെ വരയ്ക്കണം. ഇനി 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 ആണ്. അപ്പൊ 4 വരകൾ വരയ്ക്കണം. 1, 2, 3, 4 അത്ര തന്നെ. ഇനി 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 എണ്ണമാണ്. 9 വരകൾ വരയ്ക്കണം അതിന്റെ നേരെ. അത്രേ ഉള്ളൂ. അത് 10 വരെ മതി കേട്ടോ. സ്ക്വയർ ഞാൻ 10 വരെ പറയുന്നുള്ളൂ, കാരണം അതിന്റെ അടുത്ത് കൂടി പോകും അല്ലെങ്കിൽ. പക്ഷെ ഈ ഒരു 10 വരെയുള്ള പറഞ്ഞോളൂ.
ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞത് 1 സ്ക്വയർ ഇസ് ഇക്വൽ ടു 2 വരെ 1 1 അങ്ങനെ അല്ല 2 1 1 അങ്ങനെ വരച്ചു. അപ്പോ എഴുതുമ്പോ 1 സ്ക്വയറിന് ഒന്നിട്ടിട്ട് മുകളിൽ 2 ഇടുന്നതാണല്ലോ നമ്മളിങ്ങനെ സ്ക്വയറിന് എഴുതാം. അങ്ങനെ എഴുതുമ്പോ കുട്ടികൾക്ക് മനസ്സിലാവോ? അതോ നമ്മള് ലെറ്റേഴ്സ് ആയിട്ടാണോ എഴുതേണ്ടത്? അല്ല കൊടുക്കണോ? ഓക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ ലെറ്റേഴ്സ് ആയിട്ടാണോ എഴുതേണ്ടത്? 1 സ്ക്വയറിന് എന്നുള്ളത് ലെറ്റർ ആയി, അതായത് ഇംഗ്ലീഷില് സ്ക്വയറിന്റെ സ്പെല്ലിംഗ് ആണോ എഴുതേണ്ടത്? അതോ മുകളിൽ 2 തന്നെയാണോ ഇടേണ്ടത്? തന്നെ എഴുതണ്ടേ? നമ്മള് മാത്സ് അല്ല പഠിപ്പിക്കുന്നേ. ഓക്കെ. അപ്പൊ അങ്ങനെ തന്നെ ഇടാം. അല്ല ഞാൻ അവരെ അത്ര എത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അപ്പൊ അതങ്ങനെ ഇങ്ങനെ ചെയ്യാലോ മിസ്, നമുക്ക് ഇങ്ങനെ ചെയ്തൂടെ? 1 സ്ക്വയറിന് ഇട്ടിട്ട് 1 × 1 ഇസ് ഈക്വൽ ടു 1 എന്നിട്ട് ഒരു പൂവിന്റെ പടം വരയ്ക്കാം. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 ഇസ് ഈക്വൽ ടു 4 എന്ന് എഴുതിയിട്ട് 4 പൂവിന്റെ പടം, അങ്ങനെ ചെയ്തൂടെ? അങ്ങനെയും ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഐഡിയ നമ്മുടെ ക്രിയേറ്റിവിറ്റി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. മാം ഇത് കിൻഡർ ഗാർഡനിലുള്ള കുട്ടികൾക്കുള്ളതാണോ? ഇത് കിൻഡർ ഗാർഡനിലുള്ള കുട്ടികൾക്കുള്ളതാണ്. ഇതാണ് ബേസിക് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേണ്ടതാണ്. ഓക്കെ, ഇന്നാണ് ബേസ് തൊട്ടാണ്. അതായത് ഇത് എന്തായാലും പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞു, 1 തുടങ്ങി 25 വരെയുള്ള നിങ്ങൾ നമ്പേഴ്സ് എഴുതുമ്പോൾ ആപ്പിളിന്റെയോ ഓറഞ്ചിന്റെയോ ഒക്കെ പടം അല്ലെങ്കിൽ ക്യാപ്പോ ബോളോ എന്ത് തന്നെ ആയാലും അതിന് കളർ കൊടുക്കണം. മാം പിന്നെ ഒരു ഡൗട്ടും കൂടി ചോദിച്ചോട്ടെ? ഇപ്പൊ നമ്മൾ ചാർട്ടിൽ ഇത് വരച്ചെഴുതുമല്ലോ, അപ്പൊ സ്ക്വയർ റൂട്ട് എന്നാണോ നമ്മൾ ഇതിന്റെ ഹെഡിങ് കൊടുക്കണ്ടേ? സ്ക്വയർ റൂട്ട് എന്നാണെന്നോ? സ്ക്വയേഴ്സ് എന്നാണ് കൊടുക്കണ്ടേ കേട്ടോ. റൂട്ട് വേറെയാണ്, സ്ക്വയർ റൂട്ട് വേറെയാണ്, സ്ക്വയർ വേറെയാണ് കേട്ടോ. ഓക്കെ മാം, അപ്പൊ അത് ക്ലിയർ ആയി. താങ്ക് യു. ഓക്കെ. 25 വരെ എഴുതണോ മിസ്സേ? മറ്റേത് 10 വരെ പോരെ? എന്താണ് മടിയുണ്ടോ എഴുതാൻ? വലിയ ചാർട്ട് എടുത്ത് എഴുതിയാൽ അല്ല കുഞ്ഞു കുട്ടികൾക്ക് 10 വരെയില്ല ആദ്യത്തെ നമ്പർ പഠിപ്പിക്കുള്ളൂ. മാം രണ്ടാമത്തെ ഹെഡിങ് നമ്പർ ചാർട്ട് ഇടാല്ലേ? നമ്പർ ചാർട്ട് ഇടാം. അതായത് ഇപ്പോ സിയ പറഞ്ഞ പോലെ, സിയ ജോയല്ലേ പറഞ്ഞ പോലെ 10 വരെ എഴുതിയാൽ മതി. 2ഉം 10 വരെ മതി കേട്ടോ. 25 വരെ വേണ്ട. ഞാൻ നമ്പറുകള് പടം വരച്ചിട്ട് കളർ ചെയ്യാൻ പറഞ്ഞില്ല 25 വരെ, അത് വേണ്ട, അത് ക്യാൻസൽ ചെയ്തേക്കൂ. 2ഉം 10 വരെ, സ്ക്വയറും 10 വരെ, നമ്പറുകളും 10 വരെ. ഇപ്പൊ ക്ലിയർ ആണോ? രണ്ടും ചാർട്ടിലല്ലേ? 2 ചാർട്ടിൽ വേണം എഴുതാൻ കേട്ടോ. ഓക്കെ. ആദ്യത്തേത് നമ്പർ ചാർട്ട്, രണ്ടാമത്തേത് സ്ക്വയർ ചാർട്ട്. ഓക്കെ. വരും 100 വരകൾ നിങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കണം. ഇങ്ങനത്തെ ചാർട്ടാണോ? 100ന്റെ വരകൾ എങ്ങനെ ഉൾക്കൊള്ളിക്കും? അത് കൊള്ളിക്കണം, അത് നിങ്ങളുടെ മിടുക്കാണ്. അങ്ങനെ അതിനാണ് വേണ്ടി വർക്ക് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ DTCക്കൊക്കെ പഠിക്കാൻ പോകുന്ന വര വരയ്ക്കണത് നമ്മളുടെ ഒരു ഐഡിയ വെച്ചിട്ടല്ലേ വര വരയ്ക്കണത്. അപ്പൊ 100 വരുമ്പോഴാണെങ്കിലും നമുക്ക് എഴുതാലോ എങ്ങനെയാണെങ്കിലും. അതൊക്കെ ഉണ്ടാകും 100. നിങ്ങൾ അതിനുള്ള അത് നിങ്ങളുടെ ഐഡിയ ആണ്. എങ്ങനെ വരക്കണം, എങ്ങനെ ഭംഗിയാകണം, അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ് കേട്ടോ. നിങ്ങളുടെ ഒരു ഐഡിയ വെച്ച് ശരിയാക്കുക. എത്രമാത്രം നല്ലതാക്കാൻ പറ്റുന്നോ അത്രയും മാത്രം നല്ലതാക്കുക. ഓക്കെ. സമയം തരാം. വേണമെങ്കിൽ അടുത്ത മാസം ആദ്യം സബ്മിറ്റ് ചെയ്താൽ മതി, 2ഉം കൂടി കേട്ടോ. സമയം തരാം. നിങ്ങൾക്ക് ഇനി വേറെ വർക്കുകൾ പെൻഡിങ് ഒക്കെ ആവുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇക്കാര്യം ചെയ്താൽ മതി. ഞാനും തന്നല്ലോ, അതുകൊണ്ട് തന്നതാണ്. അപ്പൊ ഇതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നു. ബേസിക് ആണ് ഇതൊക്കെ കേട്ടോ. ആദ്യം നമ്പർ പഠിപ്പിച്ചിട്ടാണ് പിള്ളേരെ നമ്മൾ സ്ക്വയർ പഠിപ്പിക്കുന്നത് കേട്ടോ. അത് പ്രത്യേകം ഓർമ്മിക്കുക. ഞാൻ ഇതിന്റെ കൂട്ടത്തില് ആദ്യം അതാണ് പറഞ്ഞത്, സ്ക്വയറിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നീടാണ് നമ്പറിന്റെ കാര്യം ഓർത്തത്. കളർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക, നല്ല ഭംഗിയാക്കി കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അതിനുള്ള ഡ്രോയിങ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. പറഞ്ഞോ. ചാർട്ട് പേപ്പറിലാണോ അത് ചെയ്യേണ്ടത്? ഇത് ചാർട്ട് പേപ്പറിലാ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ചെറുതിൽ എനിക്ക് തോന്നുന്നുള്ള ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ കാണിച്ചിരുന്നില്ല. ഇപ്പൊ ആരോ ഇതേപോലെയാണോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണിച്ചു തരും. എന്റെ ഫോൺ നെറ്റ് അപ്പൊ കഴിഞ്ഞു, അപ്പൊ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. ആരെ കാണിച്ചു തന്നില്ലേ? നിങ്ങൾ നോക്കൂ, ഷോപ്പിൽ ചെന്നിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ എത്രമാത്രം ഈ ഒരു ചാർട്ട് പേപ്പറിൽ അത് ഒതുങ്ങുന്നു. വലിയ ചാർട്ട് പേപ്പറിലാണെങ്കിൽ വലിയ ചാർട്ട്സ് ആണ് കൂടുതലും ടീച്ചേഴ്സിന് ഉപയോഗിക്കുക. കാരണം എന്താ, അത് അവർക്ക് വിസിബിൾ ആകാൻ, ഷോ ചെയ്യിപ്പിക്കണം അല്ലെ. ഇപ്പൊ ഒരു വലിയൊരു ചാർട്ട് ആയിരിക്കും മേടിക്കുക. ഇനി അത് മേടിക്കാൻ
ഇതാണ് A4ന്റെ A4 100 ഷീറ്റിന്റെ ഇതാണ്. ഇതില് വേരിയസ് കളേഴ്സ് ഉണ്ട്. ഓക്കെ. ഇനി പക്ഷെ ഇതിൽ അങ്ങനെയുള്ള കൊള്ളുണ്ടാവില്ല. ചെയ്താൽ മതി. അതിൽ കൊള്ളില്ലല്ലോ മാം. കൊള്ളില്ല. ഓക്കെ. അതാ പറഞ്ഞത് ഇതിൽ കൊള്ളുണ്ടാവില്ല. നമുക്ക് ചാർട്ട് പേപ്പർ കളേഴ്സിൽ തന്നെ മേടിക്കാൻ കിട്ടും. നല്ല ലൈറ്റ് ഷെയ്ഡുകളിൽ. അധികം വില ഒന്നും ആവില്ലല്ലോ ഇല്ലേ? നമുക്ക് കിട്ടൂലോ, വലിയൊരു ചാർട്ട് പേപ്പർ കിട്ടില്ലേ? ചാർട്ട് പേപ്പർ ലൈറ്റ് ഷെയ്ഡില് നമുക്ക് കളേഴ്സ് കിട്ടും. ലൈറ്റ് ഷെയ്ഡില് നല്ല വലിയ ചാർട്ട്, വൈറ്റ്, ലൈറ്റ് റോസ്, ലൈറ്റ് ബ്ലൂ, അങ്ങനത്തെ കളേഴ്സിൽ നമുക്ക് കനം കുറഞ്ഞ ഒരുപാട് കനം ഇല്ലാത്ത ഒരു ടൈപ്പിൽ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും കടകളിൽ നിന്ന്. അത്യാവശ്യം വലിപ്പത്തിലുള്ളത് തന്നെ. അത്യാവശ്യം ഹലോ ഞാൻ കാണിച്ചു തരാം. ഇതാണോന്നൊന്ന് നോക്കാമോ? ഇത് തന്നെ ഈ വലിപ്പം മതിയാവും കേട്ടോ. സജ്ജന കാണിച്ചത് മതിയാവും. സജ്ജന ഷിഹാബ് ആ ഒരു വലിപ്പം മതിയാവും കേട്ടോ. നമ്മള് ചെറുപ്പത്തിൽ അതായത് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ ചാർട്ട് പേപ്പർ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഹലോ മിസ്, ഇതാണോ? ഞങ്ങൾ 2-3 കഴിഞ്ഞു. ജിഷാ മാം തന്നെ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ചെയ്തതാ ചാർട്ട് പേപ്പറിൽ. ആണോ? ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്ക്വയർ ചെയ്തിരുന്നോ? ഇല്ല, സ്ക്വയർ തന്നിട്ടില്ല. തരുന്നത് ഇപ്പൊ മാമാണ് തന്നേക്കണത്. അതായിരിക്കും കൺവീനിയന്റ്. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ മാം. അതൊന്ന് ചെയ്താ അങ്ങനെയാണെന്ന് നോക്കൂ. നിങ്ങൾക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ മാം, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഷർട്ട് ആക്കുമ്പോൾ സൂക്ഷിക്കാൻ ഭയങ്കര പാടാ മാം. നമുക്ക് പിന്നത്തേക്കാണെങ്കിലും സൂക്ഷിച്ചു വെക്കാനില്ലേ, അതിന് ഭയങ്കര പാട്. ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ ആ നമ്പേഴ്സ് പഠിപ്പിക്കാനാണെങ്കിൽ 1 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കൈയുടെ അളവിന് ഒരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കട്ട് ചെയ്തിട്ട് അതിനകത്ത് 1 എന്ന് എഴുതിയിട്ട് അതിൽ തന്നെ ഒരു ആപ്പിളോ ഇതോ ഒട്ടിച്ച് അങ്ങനെ ഒരു 10 എണ്ണം ഉണ്ടാക്കിയാൽ മതിയോ? മറ്റേ ഷർട്ടാകുമ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ട് കാർഡ്സ് എല്ലാം ഓരോ സൈഡൊക്കെ പോകുക. ഓക്കെ, അതായത് ശില്പ പറഞ്ഞത് നല്ലൊരു ഐഡിയ ആണ്. കാരണം കുട്ടികൾക്ക് അത് മനസ്സിലാക്കിയാൽ മതി. കുട്ടികൾക്ക് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ ഐഡിയ ഇപ്പൊ നിങ്ങൾക്ക് ചാർട്ടില് വലിയ ചാർട്ട് പേപ്പറിൽ റെഡിയാക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അത് വേണ്ട. ഞാൻ നിർബന്ധം പറയുന്നില്ല കേട്ടോ, ആരെയും കമ്പൽ ചെയ്യുന്നില്ല. ചെറിയ ചാർട്ട് പേപ്പർ ആണ് നിങ്ങളുടെ കൈവശം ഉള്ളതെങ്കിൽ അത് ചെയ്താൽ മതി. ഇനി ഓരോരോ നമ്പർ, അതായത് കാർഡ്ബോർഡിന്റെ വലിപ്പമുള്ള, അതായത് പേപ്പർ കട്ടിംഗ് പോലുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് നമ്പേഴ്സ് കാണിച്ചു തരാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. ഒരു കുഴപ്പവും ഇല്ല. ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞങ്ങള് മറ്റേ ലെറ്റേഴ്സ് ചെയ്തിരുന്നു. അത് ഈ സൈസിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ ചെയ്താൽ മതിയില്ലെന്ന് മാം നോക്കും. ഇതിൽ എഴുതിയിട്ടില്ലേ, തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ആപ്പിൾ ഇതോ ചാർട്ടിൽ ചെയ്താൽ പോരെ. ഇത് നല്ല കട്ടിയുള്ളതാണ്. അത് പിള്ളേർ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇതായി പോകത്തില്ല. ഇതിപ്പോ മുതൽ Z വരെയാണെങ്കിലും നമ്പേഴ്സ് ആണെങ്കിലും ഇതിൽ തന്നെ ചെയ്തേക്കുന്നത്. ഇത് നല്ല കട്ടിയിൽ ചെയ്തെടുത്തിട്ട് പിന്നെ വർക്ക് ചെയ്തേക്കുന്നതാണ്. ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ മാം 1 മുതൽ 10 വരെ എന്നല്ലേ മാം പറഞ്ഞത്? അപ്പൊ 10 ആപ്പിൾ എഴുതണമെങ്കിൽ അതിൽ ഇതുണ്ടാവും, സ്പേസ് ഉണ്ടാവോ? അതാണ് എങ്ങനെ എഴുതാനായിട്ട്. അത് പ്രാക്ടിക്കൽ ആണോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. മാം, ഇതിന്റെ സൈസ് വലുതാക്കിയാൽ മതി. സൈസ് കുറച്ച് വലുതാക്കുമ്പോൾ നമ്മൾ ആ ചാർട്ടാണ് ഒട്ടിക്കുന്നതെങ്കിൽ അതിന് മേലിൽ അതിനനുസരിച്ച് നമുക്ക് 10 എണ്ണമാണെങ്കിലും വരയ്ക്കാൻ പറ്റും. ചെറുതായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു പേപ്പറിൽ വരച്ചിട്ട് ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ചാലും മതി. ഞാൻ മാമിന്റെ അടുത്ത ക്ലാസ്സിൽ ഒരെണ്ണം ചെയ്ത് കൊണ്ടുവരാം, 10 എണ്ണം ഉള്ളത്. അപ്പൊ കുറച്ച് റിസ്ക് ഉണ്ടാവുന്നുള്ളൂ. കുറച്ച് റിസ്ക് ഉണ്ട്. ചാർട്ടില് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി വേറെ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയായാലും എനിക്ക് സംഭവം കണ്ടാൽ മതി കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുമ്പോ ഇവിടെ നിന്നിട്ടല്ലേ കാണിച്ചു കൊടുക്കുക. അപ്പൊ അവർക്ക് അവിടെ ഇരുന്നിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണേ നമുക്ക് ഓർക്ക് കാണണ്ടേ. ആ രൂപത്തിൽ കുറച്ച് വലിപ്പത്തിൽ വേണ്ടി വരുമല്ലോ അല്ലേ? അതാണ് വലിപ്പത്തിൽ വേണ്ടി വരും. അതാണ്, അതായത് ക്ലാസ് റൂമിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, കുഞ്ഞു കുട്ടികൾക്കാണ് കൂടുതലായിട്ടും ഇത്. ഹലോ മിസ്, മിസ്സേ വരച്ച് തന്നെ എഴുതണമെന്നുണ്ടോ? വരച്ച് തന്നെ അത് ചെയ്യണമെന്നുണ്ടോ? അത് നമ്മൾ പ്രിന്റ് എടുത്തിട്ട് ഒട്ടിച്ചാലും മതിയോ? പ്രിന്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചാലും മതി. വരയ്ക്കുന്നതല്ലേ നല്ല. ഞാൻ 25 എണ്ണല്ലേ പറഞ്ഞുള്ളൂ.
ഒരു എത്രയാ കൂടി വന്ന 25 എണ്ണം വരയ്ക്കേണ്ടി വരും. അത് വലുതായിട്ടൊന്നും വരയ്ക്കണ്ട. ഒരു ആപ്പിൾ ആകുമ്പോ ഒരു കുഞ്ഞിതായിട്ട് വരച്ചാ മതി. അല്ലെങ്കിൽ ആപ്പിള് വരയ്ക്കാനായിട്ട് ഈസി അല്ലേ? മിസ് ഞാൻ നേരത്തെ ചാർട്ട് കാണിച്ചായിരുന്നു, മിസ് കണ്ടില്ല. ഞാൻ ഒന്നുകൂടെ കാണിക്കണോ അത്? ഒന്നുകൂടി കാണിച്ചോ. 7 രൂപക്കൊക്കെ ചാർട്ട് കിട്ടും കേട്ടോ. കട്ടി ഉണ്ടാവില്ല. ഞാൻ മോന് വേണ്ടി കഴിഞ്ഞ ദിവസം മേടിച്ചതാണ്. മിസ് ഇതാണ് ആ, ചാർട്ട്, ഇതാണ് ഇത്തിരി വലുതാണ്, എല്ലാ കളറും ഉണ്ട്. എല്ലാ കളറും. അത് മതി കേട്ടോ. ഓക്കെ. ഇനി നിങ്ങൾക്ക് ലൈൻ വരയ്ക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ റൗണ്ട് വരച്ചാൽ മതി. കുഞ്ഞു റൗണ്ട് വരച്ചാൽ മതി. എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അതൊന്ന് മനസ്സിലായാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞത് സ്ക്വയറിന്റെ കാര്യമാണ്. അതായത് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1, 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 റൗണ്ട് വരച്ചാൽ മതി. ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. അതായത് 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ അവിടെ എത്ര എണ്ണം വന്നു? 100 എണ്ണം വന്നു. അപ്പൊ ലൈൻ വരയ്ക്കുമ്പോൾ വേണമെങ്കിൽ കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അത് റൗണ്ട് ആക്കാം. ഓക്കെ, ഓരോന്നിനും സെപ്പറേറ്റ് കളർ കൊടുത്താൽ മതി മാം. പിന്നെ മനസ്സിലാവും. ഒരേ കളർ ആകുമ്പോ കുട്ടികൾക്ക് കണ്ണിന് ആകെ ഒരു എത്ര എണ്ണാണെന്ന് കാണൂല. അപ്പൊ സെപ്പറേറ്റ് അതായത് ഒരു കാര്യം പറയട്ടെ. അതായത് നമ്മൾ ഈ സ്ക്വയർ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9 എന്ന് പഠിപ്പിച്ച് വരുമ്പോൾ 10 സ്ക്വയർ നമ്മൾ വരെത്തുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും. ലാസ്റ്റ് ആ സ്ക്വയർ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് 100 ആണെന്ന് അവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. ഓക്കെ, അത് എണ്ണാനായിട്ട് സാധാരണ മെനക്കെടാറില്ല. 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 × 10 100 ആണെന്ന് കിട്ടിയിരിക്കും. ആദ്യത്തെ ആ ഒരു സ്ക്വയർ പഠിക്കാനാണ് നമുക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. അതായത് 1 സ്ക്വയർ = 1, 2 സ്ക്വയർ = 4. അതൊന്ന് മനസ്സിലാക്കി കുട്ടികൾ എടുക്കണം. ആ 5 വരെയുള്ള ആ ഒരു സ്ക്വയർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് എളുപ്പമാണ്, അവർക്ക് ഒരു ഐഡിയ കിട്ടിക്കോളൂ കേട്ടോ. അപ്പൊ അത് ചെറുതായാലും യാതൊരു പ്രശ്നം വരുന്നില്ല. 100ന്റെ ഒക്കെ സംഭവം വരുമ്പോൾ അവിടെ പ്രോബ്ലംസ് അങ്ങനെ ഉണ്ടാവാറില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ചാർട്ട് പേപ്പറിൽ തന്നെ ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം നമുക്കത് ബോർഡിൽ ക്ലിപ്പ് ചെയ്തിട്ട് കുട്ടികളെ നമ്മൾ കാണിക്കുകയാണ് ചെയ്യാറ്. സ്ക്വയറിന്റെ ഒക്കെ കാര്യം പറയും, അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മള് നമ്പേഴ്സ് ഒക്കെയാണ് പരിചയപ്പെടുത്തുന്നതെങ്കിൽ, ഇപ്പൊ 1 തുടങ്ങി 100 വരെയുള്ള നമ്പേഴ്സ് വരെയാണ് കുട്ടികളെ പരിചയപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1 എന്ന് എഴുതിയിട്ട് അത് ഒരു കാർഡ്ബോർഡിൽ എഴുതിയിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിന് കളർ കൊടുത്തിട്ട് കുട്ടികളെ കാണിക്കാം. 100 വരെ. അതിപ്പോ ആ ഒരു നമ്പർ കുട്ടിക്ക് എന്താവും, പരിചിതമാകും. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു പ്രത്യേക നമ്പർ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ വരച്ചിട്ടോ അത് കട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. ഓക്കെ, സ്ക്വയറിന്റെ കാര്യത്തിൽ അത് എത്രമാത്രം ഇതാണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ചാർട്ട് പേപ്പറിൽ തന്നെ ചെയ്യാനായിട്ട് ഞാനൊരു സജഷൻ പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ ഐഡിയ എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ചെയ്യാം. ഒരു ഡിമാൻഡ് മാത്രമേ എനിക്കുള്ളൂ, കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലാവുന്ന തരത്തിലായിരിക്കണം നിങ്ങളിത് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഓക്കെ, ക്ലിയർ ആയിരുന്നു. പറഞ്ഞു അനശ്വര, പറഞ്ഞു. മിസ്സേ, ഇപ്പൊ ഒരു ചാർട്ട് പേപ്പറിൽ ഇത് തികഞ്ഞില്ലെങ്കിലേ സെപ്പറേറ്റ് ചാർട്ട് പേപ്പർ എടുക്കാലോ അഡീഷണൽ ആയിട്ട്? ഒരു ചാർട്ട് പേപ്പർ ഇതിന് ഫില്ലാക്കണമെന്നുണ്ടോ? അതായത് അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് എഴുതാമല്ലോ. അത് നിങ്ങൾ ബാക്ക് സൈഡിൽ എഴുതാം. കേട്ടോ? ഓക്കെ, എനിക്ക് തോന്നുന്നു 10 സ്ക്വയർ വരുമ്പോ 100 ആണ്. അപ്പൊ അത് തന്നെ ബാക്ക് സൈഡിൽ എഴുതി ഫില്ല് ചെയ്യാന്ന് തോന്നുന്നു. ഓക്കെ, അതായത് നമ്മള് ഈ സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുന്നതിനേക്കാൾ സ്റ്റാൻഡിംഗ് ലൈൻ കൊടുത്താൽ കുറച്ചുകൂടി ഒരു സ്ഥലം സ്പേസ് ഉണ്ടാവൂലേ? എന്താണ് സ്ലീപ്പിംഗ് ലൈന് പകരം നമുക്ക് സ്റ്റാൻഡിംഗ് ലൈൻ കൊടുത്താൽ ലേശം സ്പേസ് ഉണ്ടാവൂലേ? ക്ലിയർ ആവുന്നില്ല അഞ്ജിത, എനിക്ക് പറയുന്നത് ക്ലിയർ ആവുന്നില്ല മോള്. സ്ലീപ്പിംഗ് ലൈന് പകരം സ്റ്റാൻഡിംഗ് ലൈൻ കൊടുത്താ പോരെ? അതായാലും മതിയോ, കുഴപ്പമില്ല. എങ്ങനെയാണോ നിങ്ങളുടെ ഒരു ഐഡിയ അതനുസരിച്ച് ചിലവര് ഞാൻ പറയുന്ന രീതിയിലായില്ല. അപ്പോ അങ്ങനെ വിചാരിക്കേണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. 10 സ്ക്വയർ എന്ന് പറയുന്നതേ 10 ബോക്സ് വരച്ചിട്ട് അതില് 10 വരെ സ്റ്റാൻഡിംഗ് ലൈൻ 10 എണ്ണം വെച്ച് ആ 10 ബോക്സിലിട്ടാൽ 100 ആയില്ലേ? അത് 100 ആയി. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും അത്. എന്നുവെച്ചാൽ ഒരു ബോക്സ് വരച്ചിട്ട് നമ്മൾ 10 എണ്ണം എണ്ണിയല്ലേ അത് ഇടുന്നേ? 10 ഒന്ന്, അല്ലെങ്കിൽ ഓരോ എന്തെങ്കിലും പൂവോ എന്തെങ്കിലും ഓരോ ബോക്സിന്റെ ഉള്ളിൽ 10 എണ്ണം വെച്ചിട്ട് ഇട്ടാലും മതിയാവില്ലേ? അങ്ങനെ ആവുമ്പോഴും 100 ആയില്ലേ അത്?
100 കുഴപ്പമില്ല, അതായാലും മതി കേട്ടോ. വേറെ വേറെ സാധനങ്ങളാവുമ്പോ അവര് എണ്ണുമ്പോ കറക്റ്റ് ആവില്ലേ അത്? കറക്റ്റ് ആവും. ഒരേ സാധനം ആകുമ്പോഴല്ലേ അവർക്ക് മനസ്സിലാകത്തേ ഉള്ളൂ. ഒരു വെച്ചാൽ പല സാധനങ്ങളാകുമ്പോ ബോളോ അല്ലെങ്കിൽ പൂവോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മെഴുകുതിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് 10 എണ്ണമായിട്ട് വരച്ചു കഴിഞ്ഞാലും കറക്റ്റ് ആവില്ലേ? അതും കറക്റ്റ് ആവും, പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നോക്കാം, നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 to 4 years വരെ പറഞ്ഞ് ഫുള്ള് കഴിഞ്ഞില്ലല്ലോ അല്ലെ? 2-3 പോയിന്റ്സ് അല്ല പറഞ്ഞോളൂ. കാണുന്നുണ്ടോ നിങ്ങള്? 3 പറഞ്ഞല്ലോ അല്ലെ? ഓക്കെ. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. യൂസസ് കോൺസ്റ്റന്റ്സ് ഇൻ ദ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്സ് ഓഫ് വേർഡ്സ്. സം ഓഫ് ദ മോർ ഡിഫിക്കൽട്ട് കോൺസ്റ്റന്റ്സ് മേ ബി ഡിസ്റ്റോർട്ടഡ് ബട്ട് അറ്റംപ്റ്റ്സ് ടു സേവ് ദം. അതായത് കൺസോണൻസ്, അതായത് വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലെ? കൺസോണൻസ് എന്ന് പറയുന്നത് വ്യഞ്ജനങ്ങളാണ്. അതായത് ഓരോ വാക്കുകൾ അവര് പറയുമ്പോൾ എന്തുച്ചരിക്കുന്നുണ്ട്? അതായത് ഓരോ കൺസോണൻസ് വ്യഞ്ജനാക്ഷരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവര് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അത് ചിലപ്പോ ആദ്യത്തെ, അതായത് ഒരു വാക്കില് ആദ്യത്തെ ഒരു എന്താ പറയാ അക്ഷരമാകാം കൺസോണൻസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ മിഡിൽ വരുന്ന ഒരു അക്ഷരം, ഒരു ലെറ്റർ ആവാൻ വരുന്നത്, അല്ലെങ്കിൽ എൻഡിൽ വരുന്ന ഒരു ലെറ്റർ ആകാം വരുന്നത്. എന്ത് തന്നെ ആയാലും എന്ത് ചെയ്യുന്നുണ്ട്? അവർ കൺസോണൻസ് ഉപയോഗിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതായത് മുതിരുന്നുണ്ട്. ദെൻ അടുത്തത് പറയുന്നത്, ചിലപ്പോ അവരുടെ ഈ അറ്റംപ്റ്റില് ചിലപ്പോ അവർക്ക് എന്താ പറയാ അത് അക്യുറേറ്റ് ആയിട്ട് പറയാനായിട്ട് സാധിച്ചെന്ന് വരില്ല. എന്നാലും അവര് കൺസോണന്റ് സൗണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഓക്കെ. ഇനി സ്ട്രേഞ്ചേഴ്സ് ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് മച്ച് ഓഫ് വാട്ട് ഈസ് സെഡ്. അതായത് പുറത്തു നിന്നുള്ളവർക്ക് ഇവരുടെ സംസാരം പരിചിതമാവാനായിട്ട്, ഫെമിലിയർ ആവാനായിട്ട് തുടങ്ങുന്നു. പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാല്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പത്തെ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഇവരുടെ സംസാരം പിടികിട്ടിന്ന് വരില്ല. ഫാമിലിയിൽ തന്നെയുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ട് ഇത് മനസ്സിലാവുക. ഓക്കെ. പക്ഷെ 3 to 4 years വരുമ്പോൾ എന്താണ്? പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഇവരുടെ സംസാരം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അതുപോലെ തന്നെ കാറ്, ഫോർക്ക് മുതലായിട്ടുള്ള വസ്തുക്കളെ കുറിച്ച് വിവരിക്കാനായിട്ട് ശ്രമിക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അവിടെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് കാറ്, ഫോർക്ക് എന്ന് ജസ്റ്റ് ഒരു വേർഡ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് ചുറ്റുമുള്ള എന്തിനെ കുറിച്ചും, ഇപ്പൊ ഒരു ആനയെ കുറിച്ച് ചോദിച്ചാലും, അല്ലെങ്കിൽ ഒരു പട്ടിയെ കുറിച്ച് ചോദിച്ചാലും, ഒരു പൂച്ച, എന്തെങ്കിലും ഒരു തിങ്സിനെ കുറിച്ച് ചോദിച്ചാലും അവരത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇപ്പൊ ആനയെ കുറിച്ച് പറയാൻ പറഞ്ഞാല്, ആന ഒരു വലിയ ജീവിയാണ്, ബിഗ് ആണെന്ന് പറയും, അതിന്റെ കളറ് കറുത്തതാണെന്ന് പറയും. ഓക്കെ. ഇനി അത് എന്തൊക്കെയുണ്ട്? അതിന് കൊമ്പുണ്ട്, വാലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തുമ്പിക്കൈയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ. അതുപോലെ തന്നെ കവിതകള് എന്താ പറയാ ആസ്വദിക്കാനായിട്ട് തുടങ്ങും. റൈംസുകൾ, പോയംസ് ഒക്കെ എന്ത് ചെയ്യുന്നു? അതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു പ്രായമാണിത് 3 to 4 years എന്ന് പറയുന്നത്. ഇനി ചില ചോദ്യങ്ങള് കുട്ടി ചോദിക്കാനായിട്ട് തുടങ്ങുന്നു. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ, ഇപ്പൊ ഒരു കഥ പറയുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ തന്നെ എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ, ഇപ്പോ അവരുടെ കുട്ടിയുടെ പാരന്റ്സ് തമ്മിലോ, അല്ലെങ്കിൽ കുട്ടിയുടെ ഗ്രാൻഡ് പാരന്റ്സ് തമ്മിലോ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങള്, പുറത്തുള്ള വിഷയങ്ങളോ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള വിഷയങ്ങളോ, എന്ത് തന്നെ ആയാലും അങ്ങനെയുള്ള സബ്ജക്ട് ടോപ്പിക് ഒക്കെ സംസാരിക്കുമ്പോൾ അതിനെ എന്താ പറയാ ഒന്ന് കളിയാക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ എന്താ പറയാ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, തലയിൽ ആനയാണോ, എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോ ഇതുമായി ബന്ധപ്പെട്ട്, ആനയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പറയുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ കളിയാക്കി കുട്ടി ചോദിക്കുന്ന ഒരു രീതിയാണ്, തലയിൽ ആനയാണോ, അല്ലെങ്കിൽ നിന്റെ തലയിൽ കൊമ്പുണ്ടോ, അല്ലെങ്കിൽ നിന്റെ മൂക്കിൽ ഉറുമ്പുണ്ടോ, അങ്ങനെയൊക്കെ. അത് ഓരോ കുട്ടികളുടെയും ഓരോ എന്താ പറയാ ഡിഫറെന്റ് ആയിരിക്കുള്ളൂ ചോദ്യങ്ങൾ. ചില കുട്ടികൾ കളിയാക്കി ചോദിക്കുന്നതായിരിക്കും, ചില കുട്ടികള് എന്താ പറയാ ഇത് മനസ്സിലാക്കാതെ തന്നെ എന്താണ് ആശയങ്ങൾ ചോദിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടി ചോദിക്കാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ അവന്റെ അല്ലെങ്കിൽ അവളുടെ, ഹി ഓർ എന്താ പറയാ ഷീ, അവരുടെ ലോകത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം
ആശയങ്ങളും വികാരങ്ങളും പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങുന്നു കേട്ടോ. ഓക്കെ, അതായത് എക്സ്പ്രസ് ഐഡിയാസ് ആൻഡ് ഫീലിംഗ്സ് റാദർ ദാൻ ദിസ് ടോക്കിംഗ് അബൌട്ട് ദ വേൾഡ് അറൌണ്ട് ഹിം ഓർ ഹർ. ഓക്കെ, അതായത് സ്വയം, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അവന്റെ അവളുടെ എന്നുള്ള തോന്നലൊക്കെ കുട്ടിക്ക് വരുന്നൊരു സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിന് പകരം എന്താണ് ആ ഒരു വേൾഡ് അല്ലെ, അതായത് അവന്റെ അല്ലെങ്കിൽ അവളുടെ ആ ഒരു വേൾഡിനെ കുറിച്ച്, ആ ലോകത്തെ കുറിച്ച് എന്താണ് അവരുടെ സ്വപ്നം, എന്താണ് അവരുടെ ഇഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടി കൂടുതലായിട്ട് പറയാനായിട്ട് തുടങ്ങുന്നു. നെക്സ്റ്റ്, uses verbs that end in ing such as walking or talking. ഓക്കെ, അതായത് ing ഫോമിൽ അവസാനിക്കുന്ന വേർഡ്സിനെ കുറിച്ച് കുട്ടി പറയാനായിട്ട് തുടങ്ങുന്നു. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, വാക്കിംഗ് ഓർ ടോക്കിംഗ്. അതായത് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നടത്തം അല്ലെ. ടോക്കിംഗ് എന്ന് പറഞ്ഞാല് സംസാരമാണ്. അപ്പോ ing ഫോം, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന ing ഫോം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതായത് പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വെർബ് അല്ലെങ്കിൽ ഒരു ക്രിയയെ സൂചിപ്പിക്കാനാണ് നമ്മൾ ing ഫോം യൂസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രസന്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെന്താ പറയാ, ഞാൻ എന്താ ചെയ്യുന്നേ, സ്റ്റഡിങ്, ടീച്ചിങ്. ടീച്ചിങ് എന്നാ പറയാ കേട്ടോ. ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്, പ്രസന്റിലാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ടീച്ചിങ് എന്നാ പറയും. ഓക്കെ, അപ്പോ ഇവിടെ കുട്ടി പറയുന്നുണ്ട് വാക്കിംഗ് ഓർ ടോക്കിംഗ്, അതായത് ഇപ്പൊ കുട്ടി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും, അതിനെ വാക്കിംഗ് എന്നാ പറയാം. ഇനി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഇനി കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ റൈറ്റിംഗ് എന്ന് പറയും അല്ലെ. ഇനി പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റഡിങ് എന്ന് പറയും അല്ലെ. അല്ലെങ്കിൽ പടം വരച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡ്രോയിങ് എന്ന് പറയും. ഇനി TV കാണുകയാണെങ്കിൽ വാച്ചിങ് ടെലിവിഷൻ എന്ന് പറയും. അങ്ങനെയുള്ള വാക്കുകളൊക്കെ എന്താണ് കുട്ടി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അതുപോലെ തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു, ആൻസർ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ വിശക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അതായത് വാട്ട് ഡു യു ഡു വെൻ യു ആർ ഹംഗ്രി. അതായത് ഇപ്പൊ കൊച്ചിന് വിശക്കാന്ന് വിചാരിക്കുക, കുഞ്ഞിന് വിശക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യും, അതായത് വിശക്കുമ്പോൾ കുട്ടി എന്താ ചെയ്യുക, അമ്മയോട് ചെന്ന് ഭക്ഷണം ചോദിക്കുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ അത് ഓൾറെഡി കുഞ്ഞിനറിയാം. ഇപ്പൊ കുഞ്ഞിന് വിശക്കുകയാണെങ്കിൽ എന്താ ചെന്ന് പറയാ, അമ്മയോട് ഭക്ഷണം ചോദിക്കും. ഇനി കൊച്ചിന് എന്താ പറയാ, ഇപ്പൊ വാഷ്റൂമിലൊക്കെ പോവുകയാണെങ്കിൽ അമ്മയോട് ചെന്ന് എന്ത് പറയും, വാഷ്റൂമിൽ പോണം അമ്മയെന്ന് പറയും. അപ്പൊ ഓരോ കുഞ്ഞിൻ്റെതായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ ചോദിക്കാനായിട്ട് കുഞ്ഞ് തുടങ്ങും. ഓക്കെ, ഇനി അതുപോലെ തന്നെ വാക്യങ്ങള്, സെന്റൻസുകൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ അമ്മയോട് കുഞ്ഞ് ചോദിക്കുകയാണ്, അമ്മ എനിക്ക് ഭക്ഷണം വേണം എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഐ വാണ്ട് ഫുഡ് എന്ന് കുട്ടി പറയുകയാണെങ്കിൽ അതൊരു പ്രാവശ്യം അല്ല പറയാ, 2-3 പ്രാവശ്യം അത് കിട്ടണ വരെ എന്ത് ചെയ്യും, കുഞ്ഞ് അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് റിപ്പീറ്റ് സെന്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എനിക്ക് വിശക്കണമേ, എനിക്ക് വിശക്കണമേ. നമ്മൾ ചോറ് കൊടുക്കണവരെ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും, ഐ വാണ്ട് ഫുഡ്, ഐ വാണ്ട് ഫുഡ് അല്ലെ. അങ്ങനെയല്ല പറയാ, എനിക്ക് വിശക്കുന്നു അമ്മേ, അങ്ങനെയല്ല പറയാ. ഓക്കെ, അതുപോലെ തന്നെ കുഞ്ഞിന് എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ഇപ്പൊ ഒരു കളിപ്പാട്ടം വേണമെങ്കിൽ നമ്മളിപ്പോ ഒരു ഉത്സവപ്പറമ്പിൽ കുഞ്ഞിനെ കൊണ്ടുപോവാണ്, കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് കൊണ്ടുപോവാണ്, അവിടെ കുറെ ബലൂൺ ഉണ്ട്, കുഞ്ഞിനത് വേണം, നമ്മള് കുഞ്ഞിനത് കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. അത് കിട്ടണ വരെ കുഞ്ഞെന്ത് പറയും, അതെനിക്ക് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് റിപ്പീറ്റ് സെന്റൻസസ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഈ ഒരു 3 തുടങ്ങി 4 വരെയുള്ള കുട്ടികളുള്ള അമ്മമാരാരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? എന്തെങ്കിലും അഡീഷൻ ചേർക്കാനുണ്ടോ ഇതിനകത്ത്? ഉണ്ട് മാം. പറഞ്ഞോളൂ കേട്ടോ സൈനോ. വീട്ടിക്ക് എവിടേക്ക് പുറത്തേക്ക് പോവാണെങ്കിലും, അവരെ കല്യാണത്തിന് പോവാണെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് പോവാണെങ്കിലൊക്കെ കടകൾ കണ്ടാൽ അവിടെ ഒന്ന് സ്റ്റോപ്പ് ആക്കണം. എന്തെങ്കിലും ഒരു മിഠായിയോ വല്ല കളിപ്പാട്ടങ്ങളോ എന്തെങ്കിലും ഒന്ന് കൈ പിടിക്കാതെ അവരവിടുന്ന് ഇറങ്ങൂല. 2 പിള്ളേരുണ്ട്, ഓരോ വയസ്സിന്റെ മട്ടില് 2 പിള്ളേരുണ്ട്. രണ്ടാളും ഒരുപോലെ, ഒരാൾക്ക് കുറച്ച് കൂടുതൽ വാശിയുണ്ട്, ഒരാൾക്ക് അവന് കിട്ടിയാൽ എനിക്കും കിട്ടുന്നില്ല ആ ഒരു പ്രതീക്ഷ ഉണ്ടാവണം. മറ്റാള് അങ്ങനെ വല്ലാതെ വാശി പിടിക്കലില്ല. അങ്ങനത്തെ എല്ലാ കുട്ടികളും പൊതുവെ അങ്ങനെ തന്നെയാണ്. ഇവര് മാത്രല്ലേ, എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്.
ഓക്കെ ഓക്കെ. ടീച്ചർ ഒരു ഇത് പറഞ്ഞില്ലേ ഇങ്ങനെ അവരെ കറക്റ്റ് അർത്ഥം അറിയാണ്ടേ പറയുന്നു. അപ്പൊ മോളെ പുറത്ത് നിർത്തിയിട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം. അപ്പൊ അവളുടെ അടുത്ത് അവള് തനിയെ ഇഷ്ടത്തിന് കോരി വെള്ളം ഒഴിക്കുകയാണ്. അപ്പൊ അവളോട് പറഞ്ഞു പുറത്ത് വെള്ളം ഒഴിക്കുക, പുറത്ത് വെള്ളം ഒഴിക്കുക എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ അവൾക്ക് സെൻസ് ആവുന്നത്, അപ്പൊ വീടിന്റെ പുറത്ത് അങ്ങനെ നിൽക്കുന്നത്, തൊട്ടന്നെ ഗേറ്റിന്റെ അവിടെ പുറത്ത് പോയിട്ട് കപ്പോണ്ട് വെള്ളം എടുത്ത് ഒഴിക്കും. നമ്മള് നമ്മുടെ ശരീരം ബാക്ക് പുറത്ത് വെള്ളം ഒഴിക്കുന്നാണ് പറയുന്നത്. അപ്പൊ അവൾക്ക് അങ്ങനെ ആവുന്ന, അതിലിപ്പോ ഒരു ഇത് പറഞ്ഞില്ലേ, അവർക്ക് കറക്റ്റ് ആയിട്ട് അവരെ ആ എടുക്കുന്ന സെൻസ് വേറെ ആയിരിക്കുന്നത്. അവൾക്ക് അറിയാം പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ പുറം എന്നാണ് അറിയാം. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ നമ്മള് ഫോണിൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങോട്ടോ പോവാൻ പ്ലാൻ ചെയ്തു. അപ്പൊ പിന്നെ അത് ക്യാൻസലായി. അപ്പൊ ഞാൻ ഫോണിലാണ് പറഞ്ഞത് അത് പോണില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ കുട്ടിയോട് പറഞ്ഞിട്ടില്ല അത് പോണില്ല എന്നുള്ളത്. പക്ഷെ അത് അവള് ശ്രദ്ധിച്ചിട്ടുണ്ട്. കളിക്കുമായിരുന്നു, ഞാൻ ഫോൺ ചെയ്യുമായിരുന്നു. അപ്പൊ അത് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് പിന്നെ എപ്പോഴോ പിന്നെ പറയാണ് നമ്മളങ്ങോട്ട് പോണില്ലല്ലോ എന്ന്. അപ്പൊ ഞാൻ കരയുന്നുള്ളത് കൊണ്ട് പറയാതെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് അറിയാം നമ്മള് ശ്രദ്ധിക്കണില്ല എന്ന് വിചാരിച്ചാലും നമ്മൾ അവരെ നല്ലോണം അബ്സർവ് ഇങ്ങനെ കാര്യമായിട്ട് അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാതും. അപ്പൊ അത് പറയുന്നത് കേട്ടിട്ട് പറയാണ് അപ്പൊ നമ്മൾ പോണില്ലല്ലോ, എനിക്കറിയാൻ പോണില്ല എന്നുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. ഇപ്പൊ 3.5 വയസ്സാണ് ആയിട്ടുള്ളത്. അങ്ങനെ കുറെ കാര്യങ്ങള് നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ സംഭവങ്ങൾ അങ്ങനെ നടക്കും അവര് ശ്രദ്ധിക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. വേറെ ആരാണ് പറയാനുള്ളത്? ഒരു 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെ അവർ കുട്ടികൾക്ക് ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ളത് കൂടുതലായിരിക്കും. ഇമിറ്റേഷൻ അല്ലേ? എന്നുവെച്ചാല് ഇപ്പൊ നമ്മുടെ അടുത്ത് പല പാരന്റ്സും പറയും അവര് വീട്ടിൽ ചെന്നിട്ട് ഇപ്പൊ അവര് ഇപ്പൊ ഒരാള് രമ്യ ടീച്ചറാവും, ഒരാൾ സരിത ടീച്ചറാവും, വീട്ടിലുള്ളവരെ മുഴുവൻ സ്റ്റുഡൻസ് ആക്കലാണ് പണി. ഓക്കെ ഓക്കെ. അതേപോലെ പിന്നെ അവരുടെ ഫ്രണ്ട്സ് ആക്കല്, അങ്ങനെ ഇമിറ്റേഷൻ കൂടുതലാണെന്നവർ. ഓക്കെ ഓക്കെ, ഇമിറ്റേഷൻ കൂടുതലാണ് അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ട്രെൻഡ് ഞാൻ കണ്ടുവരുന്നത് അവരെ കൈ ഇങ്ങനെ ചെവിയിലും ഒരു വിരലിങ്ങനെ വായിലും വെച്ചിട്ട് ഫോൺ ചെയ്യലാണ്. അതല്ലെങ്കിൽ കർച്ചീഫ് എടുത്തിങ്ങനെ പിടിച്ചിട്ട് ഫോണാക്കി തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് തന്നെ ഫോൺ ചെയ്ത് കളിക്കല്. ഓക്കെ ഓക്കെ. അപ്പൊ ഇമിറ്റേഷൻ കൂടുതലായിട്ട്. രമ്യ അംഗൻവാടിയിലാണല്ലേ വർക്ക് ചെയ്യുന്നേ? അല്ല ടീച്ചർ, ഞങ്ങള് സ്വന്തമായിട്ട് നഴ്സറി നടത്തണം, അംഗൻവാടി അല്ല, പ്രൈവറ്റ് ആയിട്ട് നഴ്സറി. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഒന്ന് ഞാനൊന്ന് മ്യൂട്ട് ചെയ്യാണ്. ഓക്കെ. രമ്യ പറഞ്ഞോളൂ. നഴ്സറി നടത്തുന്നുണ്ട് അല്ലേ? നഴ്സറി നടത്തുന്നുണ്ട്. ഇപ്പൊ 8 വർഷമായി ടീച്ചറെ. 8 വർഷമായി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഈ ജോലിക്കും അങ്ങനെയല്ലേ? ജോലിക്കും അങ്ങനെയാണോ? ഡേ കെയർ പോലെയാണോ ഉദ്ദേശിക്കുന്നത്? ഡേ കെയർ അല്ല, ഞങ്ങൾ ആദ്യം നിലത്തെഴുത്തായിട്ട് തുടങ്ങിയത്. മണലെഴുതണല്ലേ? ഇപ്പൊ ആ സിസ്റ്റം മാറ്റി മണലെഴുത്തും ഉണ്ട്. അത് pre-KG കുട്ടികൾ. അത് കഴിഞ്ഞ പിന്നെ ഇപ്പൊ LKG UKG ആക്കി. ഓക്കെ ഓക്കെ. pre-KG LKG UKG. ഞാനുണ്ട്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെയുള്ള സരിത ടീച്ചർ, എന്റെ അനിയന്റെ വൈഫാണ്. ടീച്ചർ ഇതിൽ ഡിപ്ലോമ ചെയ്യുന്നുണ്ട്, PG ഡിപ്ലോമ ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പൊ 8 വർഷം കഴിഞ്ഞു. തുടക്കത്തിലെ ഞങ്ങൾക്ക് പിള്ളേര് വളരെ കുറവായിരുന്നു. ഇപ്പൊ 10-39 കുട്ടികളുണ്ട്. ഞങ്ങളെ കൊണ്ട് കുട്ടികളെ എടുക്കാൻ സാധിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. ഞങ്ങൾ വേറെ ആരെയും വച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ്. എല്ലാം വേറെ അങ്ങനെ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണല്ലോ നോക്കുന്നത്? തന്നെ ഹാൻഡിൽ ചെയ്യും. ഓക്കെ ഓക്കെ. എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ വിചാരം അംഗൻവാടിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. അംഗൻവാടി അല്ല, പ്രൈവറ്റ് നഴ്സറിയാണ്. നമ്മൾ കുട്ടികളെ ഡയറക്റ്റ് 1ാം ക്ലാസ്സിലേക്ക് ചേർക്കുക. ഓക്കെ ഓക്കെ. ഡയറക്റ്റ് 1ാം ക്ലാസ്സിലേക്ക് ചേർക്കുക അല്ലേ? ഓക്കെ. 8 വർഷമായിട്ടല്ലേ? ഓക്കെ. ഞാൻ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ?
3 തുടങ്ങി 4 വയസ്സ് വരെയുള്ള കുഞ്ഞിന്റെ കാര്യമാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നേ. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇല്ല. പക്ഷെ മെമ്മറി കുറച്ച് കൂടുതലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മെമ്മറീസില് അവർ ഓർത്ത് വെക്കും. വെച്ചാൽ ഞാടെ പഠിപ്പിക്കുന്ന കുട്ടികള് ഞാനൊരു ദിവസം ഞാൻ പറയും ചേച്ചിക്ക് വയ്യ, ചേച്ചിക്ക് വയറുവേദനയായി. ഈ മാസം ഞാൻ മുന്നേ പറഞ്ഞേക്കും ചേച്ചിക്ക് വയ്യാണ്ടാവും, ചേച്ചിക്ക് വയറുവേദനയായിരിക്കും, ഈ മാസം അവസാനം ചേച്ചി ലീവ് എടുക്കും എന്ന് പറയുമ്പോ ആ അവസാനം ആണേന് മുമ്പായിട്ട് ചേച്ചി എന്താ ലീവ് എടുക്കാത്തെ, ചേച്ചിക്ക് വയറുവേദനയൊന്നും വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കും. അവര് ബാക്കിയൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, പഠിക്കുന്ന കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കാനുള്ള ഇതാണോ എന്ന് അറിഞ്ഞൂടാ. ചേച്ചി എന്താ ലീവ് എടുക്കാത്ത, ഇവിടെ എനിക്കിപ്പോ വയ്യാണ്ടായിരിക്കേ, അപ്പൊ വയ്യാണ്ടായ സമയത്ത് എന്നോട് ചോദിക്കും ചേച്ചി ഹോസ്പിറ്റലിൽ പോണില്ലേ, ചേച്ചിയുടെ മുഴ എപ്പോഴും എടുത്തു കളയാ. അങ്ങനെയൊക്കെ അവരോട് എന്റെ അമ്മയും അവരുടെ അമ്മമാരൊക്കെ തമ്മിൽ സംസാരിക്കുന്ന കേട്ടിട്ടാന്ന് തോന്നുന്നു. ശ്രദ്ധ കുറച്ച് അവരുടെ അപ്പൂപ്പനൊക്കെ വരുന്ന സമയത്ത് അവര് ഒബ്സർവ് ചെയ്ത് തലയിൽ വെച്ചിട്ടുണ്ട്. അമ്മയച്ഛനും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഒരു സംസാരിക്കരുത് ഒരിക്കലും. ചില ആരോടും ഇപ്പൊ ഞാനും അമ്മയും സംസാരിക്കേണ്ടതിൽ ഞാൻ പറയും ഒരിക്കലും അങ്ങനെ സംസാരിക്കരുത് എന്ന് പറയും. അപ്പൊ ചോദിക്കൂലേ എന്നെ പേടിയുള്ളതുകൊണ്ടാ, പേടിയാണെന്ന് തോന്നുന്നു. അവര് അങ്ങനെ ഇടയ്ക്ക് സംസാരിക്കല് കുറവാ. അപ്പൊ ഇങ്ങനെ പറയും എന്താ ചേച്ചി ലീവ് എടുക്കാത്തെ, ചേച്ചിക്ക് എന്താ വയ്യാണ്ടായില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ആൺകുട്ടികൾ അവരിങ്ങനെ കേട്ട് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. പലരുടെയും എക്സ്പീരിയൻസ് പലതാണ്. കുഞ്ഞുങ്ങൾ പലതരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനനുസരിച്ചിരിക്കും നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ടീച്ചർ അതുപോലെ നമ്മൾക്കിപ്പോ ആ കുട്ടികൾ ട്രെയിൻ ചെയ്യിക്കാൻ കഴിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ഞാൻ ഇത്ര എന്താ പറയുക എക്സ്പീരിയൻസോട് മനസ്സിലാക്കിയാണ്, നമ്മൾ അവരോട് സംസാരിക്കുമ്പോ അവര് അങ്ങനെ താഴേക്കോ വേറെ വശങ്ങളിലേക്കോ ഇല്ല, ടീച്ചറുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറയണം. അത് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? എന്നുവെച്ചാൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കള്ളങ്ങൾ ചെയ്യൂല്ലോ ഇവര്. അപ്പൊ ഞങ്ങളുടെ കൂടെ തല്ലു പിടിക്കുക, ഒരാളുടെ സാധനം എടുത്ത് മാറ്റി വെക്കുക. അപ്പൊ നമുക്കത് പെട്ടെന്ന് അവരോട് ചോദിച്ചവരത് അതങ്ങനെയാണ്, അവരുടെ ആ നോട്ടം മാറി നമുക്കത് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുന്നുണ്ട്. അത് അവരായിട്ട് കുറച്ചൊന്ന് സഹകരിച്ച് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ എപ്പോഴും ഈ കുഞ്ഞുങ്ങളോട് മുഖത്ത് നോക്കി നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞു കൊടുത്ത് അവരത് ഈ ചെറുപ്പത്തിലെ അത് ശീലിച്ചു വന്നാൽ വളരെ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഹാബിറ്റായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ, അടുത്തത് നോക്കിയാൽ നിങ്ങള് 4 to 5 years കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഒരാളൊന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്നോട് എന്താണെന്ന് ഞാനത് പറയാം. ജസ്റ്റ് ഒന്ന് വായിക്കാട്ടോ. അത് മൈൻഡിൽ 1 മിനിറ്റ് ഒന്ന് റീഡ് ചെയ്യാ, എന്നിട്ട് ഒന്ന് പറയാൻ പറ്റുമോ എന്ന് നോക്കുക. ഹലോ മിസ്സേ, വായിക്കട്ടെ? പറഞ്ഞോളൂ. മിസ് വായിക്കാനല്ലേ ഇത്? വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, എന്താണ് പറഞ്ഞതെന്ന് പറയണം, എന്ത് പറയുന്നതെന്ന് പറയണം. ഇത് തന്നെയല്ലേ ഇവിടെ എനിക്ക് ക്ലിയർ അല്ല. അണ്ടർസ്റ്റാൻഡ്സ് അതല്ലേ? അണ്ടർസ്റ്റാൻഡ്സ് ടൈം സീക്വൻസ്, അണ്ടർസ്റ്റാൻഡ്സ് ടൈം സീക്വൻസ്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഹാപ്പൻഡ് ഫസ്റ്റ്. അതാണോ? അതല്ലോ. തേർഡ് അതല്ലേ? അതല്ല, കാണാൻ പറ്റുന്നില്ലേ? പറഞ്ഞ മോളെ എക്സ്പ്ലെയിൻ ചെയ്തേ. വലിയ സ്ക്രീനായിട്ട് കാണുന്നു. അത് സ്ക്രീൻ കാണുന്നില്ല. 1 മിനിറ്റ് കേട്ടോ.
ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണോ അണ്ടർസ്റ്റാൻഡ്സ് പാറ്റേൺ? പറഞ്ഞു, വായിച്ചോളൂ. അഭിജിത്ത് ജയന്തനെ വായിച്ചോളൂ. Understand spatial concepts such as behind or next to, understands complex questions. Speech is understandable but makes mistakes pronouncing long, difficult or complex words such as hippopotamus. Uses some irregular past tense verbs such as ran or fell. Describes how to do things such as painting a picture. List items that belong in a category such as animals or vehicles. Answers why questions. എന്നിട്ട് മിസ് എനിക്ക് ആദ്യത്തെ എനിക്ക് മനസ്സിലായില്ല. അണ്ടർസ്റ്റാൻഡ് സ്പാറ്റിയൽ കോൺസെപ്റ്റ്സ് സച്ചസ് ബിഹൈൻഡ്. അതായത് സ്പെഷ്യൽ എന്നാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നവര്. ഓ സ്പെഷ്യൽ ആണല്ലേ, സ്പി ആണ്. ഓക്കെ ഓക്കെ, സ്പെഷ്യൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവര് ഈ 4 തൊട്ട് 5 വരെയുള്ള കുട്ടികൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളല്ലേ ഇതിൽ പറയുന്നേ? അതായത് അവര് ഇതിനകത്ത് പറയുന്നത് പിന്നിൽ അല്ലെങ്കിൽ അടുത്തത് പോലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് മനസ്സിലാക്കുന്നു. അതായത് ഇപ്പൊ കുട്ടികളുടെ പിന്നിലോ അല്ലെങ്കിൽ മുമ്പിലോ ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് വന്ന് അഭിജിത്ത് മ്യൂട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു. ഓക്കെ, അതായത് ഇപ്പൊ കുട്ടികളുടെ പിന്നിലോ അല്ലെങ്കിൽ മുമ്പിലോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്താ പറയാ, അവരിപ്പോ കളിക്കുമ്പോൾ എന്തെങ്കിലും ഇപ്പൊ കളികളൊക്കെ കളിക്കുകയാണെങ്കിൽ, പ്ലേ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇപ്പൊ എന്താ പറയാ, മണ്ണിലൊക്കെ ഒന്ന് കളിക്കുമല്ലോ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ. അപ്പൊ അവരുടെ പിന്നിലും മുമ്പിലൊക്കെ ഇട്ടേണ്ട ധാരാളം കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പൊ അവർക്ക് അത് മനസ്സിലാക്കുന്നു. അതായത് എന്റെ പിന്നിൽ അവളുണ്ട്, അല്ലെങ്കിൽ എന്റെ മുമ്പിൽ അവനുണ്ട്, അല്ലെങ്കിൽ അവനാണ് ആദ്യം ഓടി ജയിക്കുന്നത്, അല്ലെങ്കിൽ അവളാണ് ആദ്യം ഓടി ജയിക്കുന്നത്. അപ്പൊ പിന്നിൽ അല്ലെങ്കിൽ എന്താ പറയാ അടുത്തത് എന്ന് പറഞ്ഞാല് ഇനി അവളാണ് അടുത്തതായിട്ട് കളിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇനി അവളാണ് അടുത്തതായിട്ട് എന്താ പറയാ TV കാണാനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കണക്റ്റഡ് ആയിട്ട് വെക്കുന്ന, അങ്ങനെയുള്ള ആശയങ്ങൾ മനസ്സിലാക്കാനായിട്ട് കുട്ടി തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോ കുഞ്ഞുങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിക്കാന്ന് കയറി ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്കത് മനസ്സിലായി. ഇന്ന് എല്ലാവരും, അതായത് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിക്കാന്ന് വിചാരിക്കാം. അപ്പോ പെട്ടെന്ന് തന്നെ, അതായത് ആരാണോ ആദ്യം കഴിച്ച് തീർക്കുന്നത് അവനാണ് ശക്തിമാൻ. അങ്ങനെയൊക്കെ എന്നല്ലേ നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഭക്ഷണം കഴിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതായത് ആദ്യം അവളാണ് അത് കഴിച്ചു തീർക്കുന്നത്, അല്ലെങ്കിൽ അടുത്തതായിട്ട് അവളാണ് കഴിച്ചു തീർക്കാനായിട്ട് പോകുന്നത്, അതിനു മുമ്പ് എനിക്ക് കഴിച്ചു തീർത്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്റെ പിന്നിലായിട്ട്, അതായത് ഞാൻ കഴിക്കുന്നതിന് തൊട്ട് പിറകിലായിട്ട് മറ്റൊരു കുട്ടി കൂടി കഴിക്കുന്നുണ്ട്, വേണമെങ്കിൽ അടുത്ത് നിൽക്കുന്ന അവള് എന്നെ തോൽപ്പിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കാനായിട്ട് കുട്ടി തുടങ്ങുന്നു. ഓക്കെ, അതുപോലെ തന്നെ കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്നു. അതായത് സങ്കീർണമായിട്ടുള്ള ചോദ്യങ്ങൾ കുട്ടിയോട്, ഞാൻ നേരത്തെ പറഞ്ഞു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നേരത്തെ ആ ഒരു ഏജിൽ നമ്മൾ നോക്കിയത് അല്ലെ. എന്നാൽ ഈ ഒരു വയസ്സിലേക്ക് വരുമ്പോൾ കുട്ടിയോട് നമ്മൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു, ചോദിക്കാനായിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഏജ് എന്ന് പറയുന്നത് 4 to 5 ആണ് അല്ലെ. LKG പഠിക്കുന്ന അല്ലെ കുഞ്ഞിന്റെ ഒരു പ്രായമായിട്ട് വരും അല്ലെ. ഒരു 4 to 5 എന്ന് പറയുന്ന LKG സ്റ്റുഡന്റ് ആയിട്ട് വരും. UKG ആ ഒരു സ്റ്റേജിലായിട്ട് വരും. ഇപ്പൊ ടീച്ചേഴ്സ് തന്നെ എന്താണ് കുറച്ചും കൂടി ഇപ്പോ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും കുട്ടി ചെയ്തില്ലെന്ന് വിചാരിക്കുക. ഇപ്പൊ ടീച്ചർ എന്താണ് കുറച്ചൊന്നും ദേഷ്യപ്പെടുന്ന ടീച്ചർമാരൊക്കെ ഉണ്ടാവും അല്ലെ, പിണങ്ങുന്ന ടീച്ചർമാരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഷൗട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പാടില്ല. എന്നാൽ ചില സാഹചര്യത്തിൽ ടീച്ചേഴ്സ് ചിലപ്പോൾ ദേഷ്യപ്പെടാം. അപ്പൊ അങ്ങനെയുള്ള ടീച്ചർ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്താണ്, ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, നീ എന്താണ് ആ ഹോംവർക്ക് ചെയ്യാതിരുന്നത്, എന്തുകൊണ്ടാണ് ഇത് എഴുതാതെ വന്നതെന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ ആ ഒരു ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു, കുട്ടി മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുട്ടി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അപ്പോ ഞാൻ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ടീച്ചർ എന്നെ പിണങ്ങും, അല്ലെങ്കിൽ ഞാൻ ഹോംവർക്ക് പഠിക്കാതെ വന്നാല് ടീച്ചർ എന്റെ അച്ഛനെയോ അല്ലെ അമ്മയോ ഇൻഫോം ചെയ്യും. അങ്ങനെയുള്ള പേടികളും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് ഇതിൽ നിന്ന് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതാണ് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്നത്.
അതുപോലെ തന്നെ സ്പീച്ച് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ബട്ട് മേക്സ് മിസ്റ്റേക്സ് പ്രൊനൗൺസിങ് ലോങ് ഡിഫിക്കൽട്ട് ഓർ കോംപ്ലക്സ് വേർഡ്സ് സച്ച് ആസ് ഹിപ്പോപ്പൊട്ടാമസ്. ഓക്കെ, അതായത് ലോങ് ആയിട്ടും, അതായത് വളരെ നീളത്തിലുള്ളതും അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡും ആയിട്ടുള്ള, അതായത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ള വാക്കുകൾ, വേർഡ്സുകൾ ഉച്ചരിക്കുന്നു. ലോങ് ആയിട്ടുള്ള, അതിനകത്ത് തെറ്റുകൾ വരുത്തുന്നുണ്ട്. ഓക്കെ, തെറ്റുകൾ വരുത്താം, പക്ഷെ എന്ത് ചെയ്യുന്നു, ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് ഉച്ചരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു പദം കൊടുത്തൊരു വേർഡ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഹിപ്പോപ്പൊട്ടാമസ്. ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറയുന്നത് ഒരു ലോങ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ്. മാത്രമല്ല അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡ് കൂടിയാണ്. അത് കുഞ്ഞു പറയാനായിട്ട് ശ്രമിക്കുന്നു. അത് മാത്രമല്ല കേട്ടോ, ഹിപ്പോപ്പൊട്ടാമസ് എന്ന് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള, അതായത് വളരെ വലുതും വളരെ കോംപ്ലിക്കേറ്റഡും ആയിട്ടുള്ള വേർഡ്സുകൾ കുറിച്ച് എന്ത് ചെയ്യുന്നു, ഉച്ചരിക്കാനായിട്ട് തുടങ്ങും. Then നെക്സ്റ്റ് വരുന്നത് uses some irregular past tense verbs such as ran or fell. അതായത് ഓടി, ഇവിടെ പറയുന്നത് റാൻ ഓർ ഫെൽ എന്നാണ്. റാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓടി എന്നാണ്, പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. ഫെൽ എന്ന് പറഞ്ഞാല് വീണു എന്നാണ്, അതും എന്താണ്, പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ്. റാനും അതായത് ഭൂതകാലക്രിയ, പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭൂതകാലത്തിൽ നടന്ന ഒരു സംഭവം. ഓടി എന്ന് പറഞ്ഞാല് അത് കഴിഞ്ഞൊരു ക്രിയയാണ്. ഫെൽ എന്ന് പറഞ്ഞാൽ വീണു, അതും എന്താണ്, പാസ്റ്റ് ടെൻസിൽ സംഭവിച്ച ഒരു ക്രിയയാണ്, ഒരു വെർബാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഭൂതകാലം, അതായത് പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വെർബുകൾ യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, ക്രമരഹിതമായിട്ടുള്ള. അതായത് ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുട്ടി സ്കൂളിൽ വെച്ച് ഓടിക്കളിക്കുകയാണ്. ഓക്കെ, ഓടിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് വീഴാണ്. ഓക്കെ, ഇപ്പൊ വീട്ടിൽ വന്ന് കുഞ്ഞ് അമ്മയോടോ അച്ഛനോടോ പറയാണ്, ഞാൻ സ്കൂളിൽ വെച്ച് ഓടിയമ്മേ. ഓടി, ഓക്കെ, അതായത് കഴിഞ്ഞൊരു ക്രിയയാണ് അല്ലെ. ഞാൻ സ്കൂളിൽ വെച്ച് ഓടിയമ്മേ, ഞാൻ അപ്പോ വീണു. അതെന്ത് ചെയ്യാണ് കുട്ടി, ഓർത്തു വെച്ച് എന്താണ്, അത് അച്ഛനും അമ്മയോട് എന്ത് ചെയ്യാണ്, പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പാസ്റ്റ് ടെൻസിലുള്ള വെർബുകള് ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. അതായത് കഴിഞ്ഞു പോയ സംഭവങ്ങളെ കുറിച്ച് ഓർക്കുകയും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും ശ്രമിക്കുന്നു. 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ കേട്ടോ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഡിസ്ക്രൈബ്സ് ഹൗ ടു ഡു തിങ്സ് സച്ച് ആസ് പെയിന്റിംഗ് എ പിക്ചർ. അതായത് ചിത്രം വരയ്ക്കുന്നത് പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നാ പറയുന്നത്. ചിത്രം വരയ്ക്കുന്നത് പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഓക്കെ, അതായത് ഒരു സംഭവം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ, അതായത് ഒരു സംഭവം കണ്ടു കഴിഞ്ഞാല് അത് ഒന്നും തെറ്റാതെ, അതായത് വിടാതെ എന്ന് പറയില്ലേ നമ്മൾ, അതായത് ഒരു കാര്യം പോലും മിസ് ചെയ്യാതെ അതെന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇപ്രായത്തിലുള്ള കുട്ടികൾക്ക് സാധിക്കും. ഒരു കാര്യം ഇപ്പൊ കണ്ടു, ഇപ്പൊ സ്കൂളിൽ വെച്ച് കുഞ്ഞിന്റെ കൂട്ടുകാരെ തമ്മിൽ തല്ലി പിടിക്കുകയെന്ന് വിചാരിക്കാം. അതിനകത്ത് ഒരു കുട്ടി മറിഞ്ഞു വീണു, അല്ലെങ്കിൽ ഒരാൾ വീണിട്ട് വായിന്ന് ചോര വന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സംഭവം അവന്റെ മനസ്സില് ഒരു ചിത്രം പതിക്കുന്നത് പോലെ പതിക്കും. അത് നിങ്ങളോട് വന്ന് എന്ത് ചെയ്യും, ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞാണ് ആ ഒരു സീൻ അവിടെ കണ്ടതെങ്കിൽ, ആ ഒരു കാഴ്ച കണ്ടതെങ്കിൽ അതെന്ത് ചെയ്യും, നിങ്ങളോട് വന്ന് അങ്ങനെ തന്നെ പറയും. അത് കുഞ്ഞുങ്ങളുടെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. കുഞ്ഞു വന്ന് പറയണം, അമ്മേ ഇപ്പോ ജ്യോതിഷും വാസുവും തമ്മിൽ ഇടി ഉണ്ടായി, അപ്പോ അവര് തമ്മില് തല്ലി, വാസു തല്ലി, അപ്പൊ ജ്യോതിഷ് താഴെ വീണു, പല്ല് പൊട്ടി, ചോര വന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ചിലപ്പോ നമുക്കിത് കേൾക്കാനായിട്ട് അത്ര താല്പര്യം ഉണ്ടായില്ല. എന്താ പറ്റി, ഷോർട്ടായിട്ട് പറയുമെന്ന് ചോദിച്ചാല് പിള്ളേര് പറയില്ല, ഷോർട്ടായിട്ട് പറയില്ല. ആ കുട്ടി എന്ത് ചെയ്യും, നടന്നു തുടങ്ങിയത് അതായത് എന്താണോ അവൻ കണ്ട കാഴ്ച അത് മൊത്തമായിട്ട് എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവൻ കിടന്നുറങ്ങും. അങ്ങനെയല്ലേ ഉണ്ടാവുക? നിങ്ങളുടെ കുഞ്ഞ് അങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളത്? പകുതിക്ക് വെച്ച് നമ്മളെ പോലെ പറയൂ അവര്? ഇല്ല, മുഴുവനും പറയും. അപ്പൊ നമ്മള് നമ്മൾ കേട്ടോളണം. നമ്മ കേട്ടോളത്. നമുക്ക് ചിലപ്പോ ക്ഷമ ഉണ്ടാവില്ല. ചിലപ്പോ നമ്മൾ ഉറങ്ങാൻ നേരത്തായിരിക്കും ഇവര് പറയുന്നത്. അപ്പൊ നമ്മ പറയും മിണ്ടാതിരിക്കുന്ന നാളെ പറയാന്നൊക്കെ പറയും നമ്മൾ ഉറക്കം. അപ്പൊ ഇവരിത് നിർത്തില്ല. രാത്രി എന്റെ മോൻ എന്നോട് പറയുന്നത് രാത്രി കിടക്കാൻ നേരത്താണ് കേട്ടോ. കിടക്കാൻ നേരത്ത് വന്ന് പറയും, അമ്മ ഇതാണ് കേട്ടോ, അമ്മ അതാണ് കേട്ടോ, ഇതാണ്. അപ്പൊ ഞാൻ ചിലപ്പോ നമുക്ക് ഉറക്കം വരുന്ന സമയമായിരിക്കും. അപ്പൊ ശരി മോനെ, ശരി കുഞ്ഞാന്നാണ് ഞാൻ മോനെ വിളിക്കുന്നത്, ശരി കുഞ്ഞമ്മ നാളെ കേൾക്കാന്നൊക്കെ പറയും. പിന്നെ അവൻ നിർത്തില്ല, അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവന് സമാധാനം ആവാം, പിന്നെ കിടന്നുറങ്ങും.
ഇത് കുറച്ചും കൂടി വലിയ കുട്ടിയാണ്, എന്റെ മോൻ കുറച്ചും കൂടി വലിയ കുട്ടിയാണ്. പക്ഷെ ചെറിയ കുട്ടികളുടെ സംസാരം കേൾക്കാൻ പ്രത്യേക രസമാണ്. കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ. പക്ഷെ നമ്മളത് നമുക്ക് ക്ഷമ കാണിക്കണം, അത് കേൾക്കാനുള്ള ക്ഷമ നമ്മൾ കാണിക്കണം. എന്നാ മാത്രമേ അവര് നമ്മളോട് ഓരോ കാര്യങ്ങളും ഒന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ അവര് ഒന്നും പറയില്ല. വലുതാവും തോറും നമുക്ക് കേൾക്കാനുള്ള സമയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ പുറത്ത് ആൾക്കാരോട് പറയാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് കൂടുതലും ഫ്രണ്ട്സിനോടൊക്കെ മറ്റും ഷെയർ ചെയ്യുന്നതും കൂടുതൽ കൂട്ടുകെട്ടുകളിലേക്കും കുഞ്ഞുങ്ങൾ പോകുന്നതും ഫാമിലിയുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻ വരാത്തതും കൂടുതൽ പ്രശ്നങ്ങളിലൊക്കെ പോകുന്നത് കുഞ്ഞുങ്ങളെ കേൾക്കാനായിട്ട് നമ്മൾ മെനക്കെടാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ അവര് പറയുന്നത് എന്ത് ചെയ്യാ, നന്നായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, then list items that belong in a category such as animals or vehicles. അതായത് ലിസ്റ്റ് ചെയ്യുന്നു, അനിമൽസിനെ ലിസ്റ്റ് ചെയ്യുന്നു, ദെൻ വെഹിക്കിൾസ്, ഇപ്പൊ കാറ്, JCB, ബൈക്ക്, സ്കൂട്ടർ, അങ്ങനെയുള്ള വാഹനങ്ങൾ, ഓട്ടോറിക്ഷ, അതൊക്കെ വെഹിക്കിൾസ് ആണെന്ന് അതിന്റെ എന്താണ് എന്താ പറയാ, അതിനെ കുറിച്ച് കൂടുതൽ എന്താ പറയാ ഭംഗിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനും അതിന്റെ ലിസ്റ്റ് ചെയ്യാനൊക്കെ എന്താണ് ശ്രമിക്കുന്നു. ഓക്കെ, ദെൻ ആൻസേഴ്സ് വൈ ക്വസ്റ്റ്യൻസ്. എന്തുകൊണ്ട് എന്നുള്ളൊരു എന്താ പറയാ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുന്നു. അവരോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ്. ഇപ്പൊ ഇന്ന് നിങ്ങള് ഇപ്പൊ കുഞ്ഞിനോട് ചോദിക്കുകയാണ് ഇന്ന് എന്തുകൊണ്ടാണ് സ്കൂളിൽ നീ പോവാതിരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നീ ഹോംവർക്ക് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചാല് വൈ എന്ന് ചോദിച്ചാല് കുഞ്ഞിന് എന്ത് പറയാൻ പറ്റും, കൃത്യമായിട്ട് അവിടെ ആൻസർ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് വരുന്നേ ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ കുട്ടികളെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്, 5 years. അതും കൂടി കഴിഞ്ഞാൽ ഈ ഒരു ടേബിള് കഴിഞ്ഞു. ദെൻ നമ്മൾ നേരെ ഇനി അത് കഴിഞ്ഞിട്ട് PDF-ലേക്ക് പോകും. ഈ കാര്യങ്ങൾ തന്നെയാണ് PDF-ലും പറയുന്നത് കേട്ടോ. PDF കൂടുതൽ സിമ്പിൾ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടേബിള് ആദ്യം തന്നെ എന്ത് ചെയ്തത് നിങ്ങൾക്ക് ഇട്ട് തന്നത് കേട്ടോ. ഇനി നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച ഈ ഒരു ടേബിള് ഞാൻ അയച്ചു തരാം കേട്ടോ, PDF ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കെന്നാ വൈൻഡ് അപ്പ് ചെയ്യാം. വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. Thank you, ma'am. Good night, ma'am. Okay, ma'am. Good night. Thank you, ma'am. Good night, ma'am.